പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നിടാം നവമൊരു പീഠമൊരു ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെ അണച്ചിടാം. അമ്മ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നിടാം ഒരുമയോടെ ബലി അർപ്പിക്കാം. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശനു സ്തുതിഗീതം. മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സദാ പാവനമായി മാനവ വൃന്ദങ്ങളിൽ ഉദ്ഘോഷിപ്പൂ സാബോധം. പരിശുദ്ധൻ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ.
സ്വർഗത്തെന്നതുപോലുലകിൽ നെഞ്ചിത്തം നിറവേറണമേ. ആവശ്യകമാ ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ ഞങ്ങൾക്കുള്ള കടം പകരം പാപത്തിൻ കടബാധ്യതയും ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. രാജ്യം ശക്തി മഹത്വങ്ങൾ പാവകമയോ കർത്താവേ. അതുപോലാത്മജനം റൂഹായ്ക്കും സ്തുതിയെന്നേക്കും ആദി മുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതി തന്നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ പ്രിയപുത്രനിലൂടെ രക്ഷയുടെ സന്ദേശം ലോകത്തിന് നൽകുവാൻ അങ്ങ് തിരുമനസ്സായല്ലോ. എന്റെ കർത്താവേ, എന്റെ ദൈവമേ എന്നേറ്റു പറഞ്ഞ് മിശിഹായ്ക്ക് പൂർണ്ണമായും സമർപ്പിച്ച മർത്തോമാ ശ്ലീഹായെ ഭാരതത്തിന്റെ ശ്ലീഹായും വിശ്വാസത്തിൽ ഞങ്ങളെ പിതാവുമായി നൽകിയതിന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. മിശിഹായുടെ ദിവ്യരഹസ്യങ്ങൾ ഭയഭക്തിപൂർവ്വം അർപ്പിക്കുവാനും അങ്ങയുടെ രക്ഷയുടെ ഫലങ്ങൾ അനുഭവിക്കുവാനും ഞങ്ങളെ യോഗ്യരാക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകഴെന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാൻ അനവരതം. സ്തുതിപ്പാ
ദൈവമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും ആരാധ്യത്തിലുമെന്നും എന്നാത്മാവേ പാടുക നീ കർത്താവിൻ സ്തുതിഗീതങ്ങൾ. ജീവിതകാലം മുഴുവൻ ഞാൻ നാഥനു ഗീതികൾ പാടിയിടും. ഞാനീ മണ്ണിൽ കഴിവോളം ദൈവസ്തുതികൾ പാടിയിടും. അർജനിലോ നരനൂരുവനിലോ ശരണം തേടാൻ തുനിയുവീ. നല്ലതുമുചിതവുമല്ലോ പാടുക ദൈവ സ്തുതിഗീതം. വാഴ്ത്താം അവനുടെ തിരുനാമം. ദൈവം നിത്യൻ സ്തുത്യരേ. നാഥൻ വീണ്ടും തീർക്കുന്നു. പണിയുന്നു ശ്രീമകരിയവൻ കരുണാവാരിധിയവനെന്നു. ജനരാശികളുടെ മധ്യേ നിൻ സ്തുതിഗീതം പാടിയിടും. വളരെ ജനത്തിൻ മുൻപിൽ ഞാൻ നിൻ സ്തുതി പാടി വണങ്ങിയിടും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ സ്നേഹത്തിന്റെ പരിമളം ഞങ്ങളിൽ വീശുകയും അങ്ങയുടെ സത്യത്തിന്റെ ജ്ഞാനം ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കുകയും ചെയ്യുമ്പോൾ സ്വർഗത്തിൽ നിന്നും പ്രത്യക്ഷനാകുന്ന അങ്ങേ തിരുക്കുമാരനെ സ്വീകരിക്കുവാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ. സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ് മുടിച്ചുകൂടി നിൽക്കുന്ന സഭയിൽ നിരന്തരം അങ്ങേ സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾ യോഗ്യരാകട്ടെ. ഇതുകൊണ്ട് നാലകതലാത്മീ സൃഷ്ടാവാകുന്നു, സകലത്തിന്റെയും നാഥായി നിൽക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു.
മർത്യനു നിത്യമഹോന്നതമാ ഉത്ഥാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. കർത്താവേ, അങ്ങേക്ക് നന്ദി പറയുന്ന ഉത്തമമാകുന്നു. അത്യുന്നത അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നത്. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിമുതൽ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാവിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാ ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടി. എന്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യവും പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. പരിപാവനനാം സർവേശാ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, കാരുണ്യം നീ ചൊരിയണമേ. ആദിമുതൽ എന്നേക്കും ആമേൻ. പരിപാവനനാം സർവേശാ, പരിപാവനനാം
കർത്താവമനാ അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. വിശുദ്ധരിൽ സംപ്രീതനായി വസിക്കുന്ന പരിശുദ്ധനും സ്തുത്യർഹനും ബലവാനും അമർത്തിനുമായ കർത്താവേ, അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധമായ സർവേശ്വര എന്നേക്കും ആമേൻ. സഹോദരി, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ കേൾക്കുവിൻ. ഉൽപ്പത്തി പുസ്തകത്തിൽ നിന്നുള്ള വായന. കർത്താവെ ആശ്രദിക്കണം. ദൈവം തന്നെ അനുഗ്രഹിക്കട്ടെ. കർത്താവ് വാഗ്ദാനം അനുസരിച്ച് സാറായെ അനുഗ്രഹിച്ചു. വൃദ്ധയായ അബ്രാഹത്തിൽ നിന്ന് സാറ ഗർഭം ധരിച്ച് ദൈവം പറഞ്ഞ സമയത്ത് തന്നെ പുത്രനെ പ്രസവിച്ചു. സാറായിൽ ജനിച്ച മകന് ഇസ്ഹാക്ക് എന്ന അബ്രാഹാം പേരിട്ടു. കുഞ്ഞ് പിറന്നിട്ട് 8-ാം ദിവസം ദൈവകൽപ്പന പ്രകാരം അബ്രാഹാം അവന് പരിശോധന നടത്തി. അബ്രാഹത്തിന് 100 വയസ്സുള്ളപ്പോഴാണ് ഇസ്ഹാക്ക് ജനിച്ചത്. സാറ പറഞ്ഞു, എനിക്ക് സന്തോഷിക്കാൻ ദൈവം വക നൽകിയിരിക്കുന്നു. ഇത് കേൾക്കുന്നവരൊക്കെ എന്നെ ചൊല്ലിച്ചിരിക്കും. അവൾ തുടർന്നു, സാറ മുലയൂട്ടുമെന്ന് ആരെങ്കിലും അബ്രാഹത്തോട് പറയുമായിരുന്നു. എന്നിട്ടും അദ്ദേഹത്തിന്റെ വയസ്സുകാലത്ത് ഞാൻ അദ്ദേഹത്തിന് ഒരു മകനെ നൽകിയിരിക്കുന്നു. കുഞ്ഞ് വളർന്ന് മുലകൂടി മാറി. അന്ന് അബ്രാഹാം വലിയൊരു വിരുന്ന് നടത്തി. ഈജിപ്തുകാരിയായ ഹാഗാറിൽ അബ്രാഹത്തിന് ജനിച്ച മകൻ തന്റെ മകനായ ഇസ്ഹാക്കിനോട് കളിക്കുന്നത് സാറ കണ്ടു. അവൾ അബ്രാഹത്തോട് പറഞ്ഞു, ആ അടിമപ്പെണ്ണിനെയും അവളുടെ മകനെയും ഇറക്കി വിടുക. അവളുടെ മകൻ എന്റെ മകൻ ഇസ്ഹാക്കിനോടൊപ്പം അവകാശമാവാൻ പാടില്ല. തന്മൂലം മകനെ ഓർത്ത് അബ്രാഹാം വളരെ അസ്വസ്ഥനായി. എന്നാൽ ദൈവം അബ്രാഹത്തോട് അരുൾ ചെയ്തു, കുട്ടിയെക്കുറിച്ചും നിന്റെ അടിമപ്പെണ്ണിനെക്കുറിച്ചും നീ ക്ലേശിക്കേണ്ട. സാറ പറയുന്നത് പോലെ ചെയ്യുക. കാരണം ഇസ്ഹാക്കിലൂടെയാണ് നിന്റെ സന്തതികൾ അറിയപ്പെടുക. സഹോദരരെ, നിങ്ങൾ ശ്രദ്ധയോടെ കേൾക്കുവിൻ. ജെറമ്യായുടെ പുസ്തകത്തിനുള്ള വായന. കർത്താവേ, നിങ്ങളുടെ ദൈവം അരുളി ചെയ്യുന്നു, ആശ്വസിപ്പിക്കുവിൻ, എൻ്റെ ജനത്തെ സമാശ്വസിപ്പിക്കുവിൻ. ജെറുസലേമിനോട് സൗമ്യമായി സംസാരിക്കുകയും അവളോട് പ്രഘോഷിക്കുകയും ചെയ്യുവിൻ. അവളുടെ അടിമത്തം അവസാനിച്ചു, തിന്മകൾ ക്ഷമിച്ചിരിക്കുന്നു. എല്ലാ പാപങ്ങൾക്കും കർത്താവിൽ നിന്ന് ഇരട്ടി ശിക്ഷയും ലഭിച്ചിരിക്കുന്നു. ഒരു സ്വരം ഉയരുന്നു, മരുഭൂമിയിൽ കർത്താവിന് വഴിയൊരുക്കുവിൻ. വിജനപ്രദേശത്ത് നമ്മുടെ ദൈവത്തിന് വിശാല വീതി ഒരുക്കുവിൻ. താഴ്വരകൾ നികത്തപ്പെടും, മലകളും കുന്നുകളും താഴ്ത്തപ്പെടും. കുന്നും കുഴിയുമായ സ്ഥലങ്ങൾ നിരപ്പാകും, ദുർഘട പ്രദേശങ്ങൾ സമതലമാകും. കർത്താവിൻ്റെ മഹത്വം വെളിപ്പെടും, മർത്തിലെല്ലാവരും ഒരുമിച്ച് അത് ദർശിക്കും. കർത്താവാണ് ഇതരുൾ ചെയ്യുന്നത്. വീണ്ടും സ്വരമുയർന്നു, ഉദ്ഘോഷിക്കുക. ഞാൻ ആരാഞ്ഞു, ഞാൻ എന്തുദ്ഘോഷിക്കണം? ജഡം തൃണം മാത്രം, അതിൻ്റെ സൗന്ദര്യം വയലിലെ പുഷ്പം പോലെ ക്ഷണികവും. കർത്താവിൻ്റെ ശ്വാസമേൽക്കുമ്പോൾ പുല്ല് കരിയുകയും പുഷ്പം വാടിപ്പോവുകയും ചെയ്യും. മനുഷ്യൻ പുല്ല് മാത്രം, പുല്ല് കരിയുന്നു, പുഷ്പം വാടുന്നു. നമ്മുടെ ദൈവത്തിൻ്റെ വചനമാകട്ടെ എന്നേക്കും നിലനിൽക്കും. സത്വാർത്തയുമായി വരുന്ന സിയോനെ, ഉയർന്ന മലയിൽ കയറി ശക്തിയോടെ സ്വരമുയർത്തി പറയുക. സത്വാർത്തയുമായി വരുന്ന ജെറുസലേമേ, നിർഭയം വിളിച്ചു പറയുക. യൂദായുടെ പട്ടണങ്ങളോട് പറയുക, ഇതാ നിങ്ങളുടെ ദൈവം, ഇതാ ദൈവമായ കർത്താവ് ശക്തിയോടെ വരുന്നു. അവിടുന്ന് കരബലത്താൽ ഭരണം നടത്തുന്നു. സമ്മാനം അവിടുത്തെ കയ്യിലുണ്ട്, പ്രതിഫലവും അവിടുത്തെ മുൻപിലുണ്ട്. ഇടയനെ പോലെ അവിടുന്ന് തൻ്റെ ആട്ടിൻകൂട്ടത്തെ മേയ്ക്കുന്നു. അവിടുന്ന് ആട്ടിൻകുട്ടികളെ കരങ്ങളിൽ ചേർത്ത് മാറോടണച്ച് തള്ളയാടുകളെ സാവധാനം നയിക്കുന്നു. ദൈവമായ കർത്താവിന് സ്തുതി. ശൂറായി ആലപിക്കുവാനായി നിങ്ങൾ എഴുന്നേൽക്കുവിൻ. അമ്പരമനവരതം ദൈവമഹത്വത്തെ വാഴ്ത്തിപ്പാടുന്നു.
ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യന്മാർ തോമാതൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. തങ്കരവിരുതല്ലോ വാനവിധാനങ്ങൾ ഉദ്ഘോഷിക്കുന്നു. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്രീനാഥൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. നിത്യപിതാവിനും സുതനും റൂഹായ്ക്കും സ്തുതിയുണ്ടാകട്ടെ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്രീനാഥൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ദിവ്യാത്മാവിൻ ഗീതികളാൽ ഹല്ലേലൂയ ഗീതികളാൽ ധന്യൻ തോമാശ്രീനാഥൻ നിർമ്മലമാകുമനുസ്മരണം കൊണ്ടാടാം ഇന്നീ വേദികയിൽ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നതിനും അങ്ങേ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ ഒന്നാം ലേഖനം. കർത്താവെ ശ്രദ്ധിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. സഹോദരരെ, നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവവിളിയെപ്പറ്റി തന്നെ ചിന്തിക്കുവിൻ. ലൗകിക മാനദണ്ഡമനുസരിച്ച് നിങ്ങളിൽ ബുദ്ധിമാന്മാർ അധികമില്ല, ശക്തരും കുലീനരും അധികമില്ല. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ ഭോഷന്മാരെ ദൈവം തെരഞ്ഞെടുത്തു. ശക്തമായവയെ ലജ്ജിപ്പിക്കുവാൻ ലോകദൃഷ്ടിയിൽ അശക്തമായവയും നിലവിലുള്ളവയെ നശിപ്പിക്കുവാൻ വേണ്ടി ലോകദൃഷ്ടിയ നിസ്സാരങ്ങളായവരെയും അവഗണിക്കപ്പെട്ടവരെയും ഇല്ലായ്മയും തന്നെ ദൈവം തെരഞ്ഞെടുത്തു. ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കുവാനാണ് അവിടുന്ന് ഇങ്ങനെ ചെയ്തത്. യേശു ക്രിസ്തുവിലുള്ള നിങ്ങളുടെ ജീവിതത്തിന്റെ ഉറവിടം അവിടുന്നാണ്. ദൈവം അവനെ നമുക്ക് ജ്ഞാനവും നീതിയും വിശുദ്ധീകരണവും പരിത്രാണവുമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അഭിമാനിക്കുന്നവൻ കർത്താവിൽ അഭിമാനിക്കട്ടെ. നമ്മുടെ കർത്താവായ മിശിഹായിക്ക് സ്തുതി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ
മനത്താരിൽ വന്നു നിറഞ്ഞു തുളുമ്പിടുന്നു. രാജാവിൻ തിരുമുമ്പിൽ കീർത്തൻ മധുവാജ്ഞാനമൊഴുക്കിടട്ടെ. ഏറ്റ് മനോഗ്രഹ പൂരിത കവിത തുലിക പോലെ മാവിപ്പോ. താതനും അതുപോലും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടിയിടുന്നേ. ഹല്ലേലൂയ 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 പാടിയിടുന്നേ. ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. എലിസബത്തിന് പ്രസവ സമയമായി. അവൾ ഒരു പുത്രനെ പ്രസവിച്ചു. കർത്താവ് അവളോട് വലിയ കാരുണ്യം കാണിച്ചിരിക്കുന്നു എന്ന് കേട്ട അയൽക്കാരും ബന്ധുക്കളും അവളോടൊത്തു സന്തോഷിച്ചു. 8-ാം ദിവസം അവർ ശിശുവിനെ പരിച്ഛേദനത്തിന് കൊണ്ടുവന്നു. പിതാവിന്റെ പേരനുസരിച്ച് സക്കറിയ എന്ന അവന് പേര് നൽകുവാൻ അവർ ആഗ്രഹിച്ചു. എന്നാൽ ശിശുവിന്റെ അമ്മ അവരോട് പറഞ്ഞു, അങ്ങനെയല്ല, അവൻ യോഹന്നാൻ എന്ന് വിളിക്കപ്പെടണം. അവർ അവളോട് പറഞ്ഞു, നിന്റെ ബന്ധുക്കളിൽ ആർക്കും ഈ പേര് ഇല്ലല്ലോ. ശിശുവിന് എന്ത് പേര് നൽകാനാണ് ആഗ്രഹിക്കുന്നത് എന്ന് അവന്റെ പിതാവിനോട് അവർ ആംഗ്യം കാണിച്ചു ചോദിച്ചു. അവൻ ഒരു എഴുത്തുപലക വരുത്തി അതിലെഴുതി, യോഹന്നാൻ എന്നാണ് അവന്റെ പേര്. എല്ലാവരും അത്ഭുതപ്പെട്ടു. തൽക്ഷണം അവന്റെ വായു തുറക്കപ്പെട്ടു. നാവ് സ്വതന്ത്രമായി. അവൻ ദൈവത്തെ വാഴ്ത്തിക്കൊണ്ട് സംസാരിക്കുവാൻ തുടങ്ങി. അയൽക്കാർക്കെല്ലാം ഭയമുണ്ടായി. യൂദയ നാട്ടിലും മലനാട്ടിലും ഈ സംഗതികൾ സംസാര വിഷയമാവുകയും ചെയ്തു. കെട്ടവരെല്ലാം ഈ ശിശുവാരായി തീരുമെന്ന് ചിന്തിച്ചു തുടങ്ങി. കർത്താവിന്റെ കരം അവനോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഈശോയിലേറ്റം സ്നേഹം നിറഞ്ഞവരെ, മൈലാപ്പൂരിലെ വിശുദ്ധ അത്ഭുത ശ്ലീവായുടെ തിരുനാൾ ആഘോഷിക്കുന്ന പുനതറ ഇടവകക്കാർക്കെല്ലാവർക്കും തിരുനാളിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു. ദൈവത്തിൻ്റെ കരുണ തേടാത്തവരാരാണ്? ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി ആഗ്രഹിക്കാത്തവരായിട്ട് ആരാണ് ഉള്ളത്? ഓരോ ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുവാനിരിക്കുന്നത്, നമ്മൾ തമ്പുരാനെ വിളിച്ചപേക്ഷിക്കുന്നത് അവിടുത്തെ കരുണ സ്വന്തമാക്കാൻ വേണ്ടിയാണ്. ഈ കരുണ അനുഭവിച്ച ഒരു വലിയ വ്യക്തിത്വമാണ് തോമാസ്. കൂടെ നടന്ന് ഈശോയുടെ ചൂടും ചൂരും മനസ്സിലാക്കിക്കൊണ്ട് അവിടുത്തെ കരുണയുടെ അംശങ്ങളുടെ സാധ്യതകൾ എത്രമാത്രമെന്ന് തിരിച്ചറിഞ്ഞവനായതുകൊണ്ടാണ് അവൻ പറഞ്ഞത്, നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന്. ഹൃദയത്തിൽ കരുണ നിറഞ്ഞവർക്ക് മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ, സ്വയം വിട്ടുകൊടുക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവകരുണയുടെ മൂർത്തിമത്ത് രൂപങ്ങളായിട്ട് ഭവിക്കുവാനായിട്ട് ഇന്നത്തെ തിരുനാൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ഇന്നത്തെ സുവിശേഷത്തിലൂടെ കടന്നു വരുമ്പോൾ ഈ കരുണയുടെ ഒരു വലിയ ലോകമാണ്. അങ്ങനെ കാലത്തിനു മുമ്പ് തന്നെ തനിക്ക് വഴിയൊരുക്കുവാൻ വന്നവനെക്കുറിച്ച് ജെറമ്യാ പ്രവാചകൻ പറഞ്ഞ പ്രവചന ഭാഗം ദൈവത്തിൻ്റെ മനുഷ്യകുലത്തോടുള്ള അനന്ത കരുണയുടെ വെളിപ്പെടുത്തലാണ് നൽകുന്നത്. ഇന്നത്തെ വായനകളെല്ലാം ഈ ദൈവകരുണ അനുഭവിക്കാത്തവരായിട്ട് ആരുമില്ല. ദൈവം ദൈവകരുണയോട് വലിയ കരുണ കാണിച്ചു. അനുഭവം സ്വന്തമാക്കിയ നിനക്കൊരു സ്നാപകൻ
പ്രതീക്ഷയോടെ കാത്തിരുന്നു സക്കറിയായും 1-2 വർഷമല്ല, എലിസബത്ത് 24 വർഷം. അവർക്കുണ്ടായ ദൈവാനുഭവത്തിന്റെ കഥകൾ നമ്മൾ കാത്തിരിപ്പ് കാലഘട്ടത്തിൽ വായിച്ചിട്ടുള്ളതാണ് എന്ന് വ്യക്തമാണ്. അതിന്റെ ക്ലൈമാക്സ് ആയിട്ടാണ് ദൈവത്തിന്റെ കരുണ അനുഭവിക്കണമെങ്കിൽ ദീർഘകാലം നമ്മൾ കാത്തിരിക്കണം അവിടുത്തെ വരവനായിട്ട്. അവൻ എന്ത് ഒരുക്കത്തോടുകൂടി കാത്തിരിക്കണം, പ്രതീക്ഷയോടുകൂടി കാത്തിരിക്കണം, വിശ്വാസത്തോടുകൂടി. കുടുംബത്തിന്റെ പേര് നിലനിർത്തുവാൻ കാത്തിരിപ്പിന്റെ അന്ത്യത്തിലാണ് പേര് തുടർന്നു പോകുന്ന ശൈലിയായിരുന്നു അവർക്ക് നിലനിർന്നെങ്കിൽ ലഭിക്കുന്നത്. അതിനൊരു മാറ്റം 100-ാമത്തെ വയസ്സിൽ ദൈവം എന്നോട് മനുഷ്യ ബുദ്ധിക്കും ശാസ്ത്രത്തിനും അസാധ്യമായിട്ട് എഴുതി തള്ളിയ ഒന്ന് അവൻ ദൈവത്തിന് സുസാധ്യമാണെന്ന് തന്റെ ദൈവം കരുണ കാണിച്ചു. ദൈവത്തിന്റെ യോഹന്നാൻ എന്ന വാക്കിന്റെ അർത്ഥം പേരാണ്. ദൈവത്തിന്റെ കരുണയാണ്. ദൈവം ലോകത്തോട് കരുണ ഈ കാണിച്ചു. രീതിയിൽ രണ്ടാമത്തെ വായനയിലൂടെ കടന്നു രക്ഷകനെ പോകുമ്പോൾ നമ്മൾ ഒരുക്കുവാനായിട്ട് കാണുന്നുണ്ട്. രക്ഷകന് വഴിയൊരുക്കുവാൻ വേണ്ടി ഒരുവനെ അവിടെ നയിച്ചു. ആ വഴിയൊരുക്കുന്നതിന് വേണ്ടി തൻ്റെ മകനെയാണ് ദൈവം തിരഞ്ഞെടുത്തത് എന്ന വലിയൊരു തിരിച്ചറിവ് സക്കറിയായിക്ക് ഉണ്ടായി. അത് സംശയരൂപത്തിലായപ്പോൾ ആ ചിന്തയെക്കുറിച്ച് ധ്യാനിക്കുവാനായി 9 മാസക്കാലം അവന് മൗനവ്രതം കൊടുത്തു. അങ്ങനെ അവനെ ഒരുക്കി അവൻ എഴുത്തുപലക വാങ്ങിച്ചു. അതിൽ എഴുതി യോഹന്നാൻ എന്ന് അവൻ വിളിക്കപ്പെടണം. അത് വെറും ഒരു കുറിപ്പായിരുന്നില്ല, തന്റെ ജീവിതാനുഭവം കൊണ്ട് സ്വന്തമാക്കിയ ഒരു കുറിപ്പായിരുന്നു. ജീവിതത്തിൽ ദൈവത്തിന്റെ കരുണ സ്വന്തമാക്കിയ ഒരു പിതാവിന്റെ കുറിപ്പായിരുന്നു. അവന്റെ പേര് യോഹന്നാൻ. ദൈവം കരുണ കാണിച്ചു. ദൈവം നമ്മോട് കാട്ടിയ കരുണയുടെ ഒരു വലിയ പരമ്പര തന്നെ പ്രിയമുള്ളവരെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ കാണുവാനായിട്ട് ഓർമ്മിക്കുവാനായിട്ടുണ്ട്. തമ്പുരാൻ നൽകിയ കരുണ അല്ലാതെ എന്താണ് എനിക്ക് ഉള്ളത്? ദൈവം നൽകിയ കരുണയുടെ ഒരു ബാക്കി പത്രമാണ് നാം ഓരോരുത്തരും എന്നുള്ള ഒരു വലിയ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. ഈ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മൾ തോമാശ്ലീഹായുടെ സ്മരണ ആചരിക്കുന്നുണ്ട്. മൈലാപ്പൂരിലെ വിശുദ്ധ അൽഫോൻസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഏക പള്ളിയാണ് നമ്മുടെ രൂപതയിൽ ഈ പുന്നത്തറ പള്ളി. തോമാശ്ലീഹായുടെ വിശുദ്ധ ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഏക പള്ളിയാണ് നമ്മുടെ പുന്നത്തറയുടെ പള്ളി. ഏറ്റവും ആഘോഷത്തോടുകൂടി ശ്ലീഹായെ ആദരിക്കേണ്ട പള്ളിയാണ്. ഏറ്റവും ആഘോഷത്തോടുകൂടി ശ്ലീഹായെ ബഹുമാനിക്കേണ്ട പള്ളിയാണിത്. ആ ഒരു കാഴ്ചപ്പാട് തമ്മിൽ വളർത്തിയെടുക്കേണ്ട പള്ളിയാണിത്. ഇത്രമാത്രം നമ്മുടെ പരമ്പരാഗതമായി നമ്മുടെ പൂർവികർ നമ്മൾക്ക് പകർന്നു നൽകിയ വിശ്വാസത്തിന്റെ ചൈതന്യമാണ് ഈ തിരുനാൾ ആഘോഷം. ഇന്നോ ഇന്നലെ തുടങ്ങുന്നത്. ഏത് പള്ളിയിലാണ് നോമ്പുകാലത്ത് തിരുനാളുള്ളത്? അത് ഈ ഒരു തിരുനാളിനെ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്തത് കൊണ്ടാണ്, ഇതിൻ്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കുന്നത് കൊണ്ടാണ് ഈ ഒരു തിരുനാൾ ഈ നോമ്പുകാലത്ത് നമ്മൾ ആഘോഷിക്കുന്നത്. എന്നോട് ഒത്തിരി അച്ഛന്മാർ ചോദിക്കുന്നു, നിങ്ങൾക്ക് നോമ്പ് നാളത്തില്ല വേറെ സമയത്ത് സമയം കിട്ടിയിട്ടില്ലേ ഈ തിരുനാൾ ആഘോഷിക്കാനായിട്ട്? പക്ഷേ ഇവിടുത്തെ വിശ്വാസികളുടെ വിശ്വാസത്തിൻ്റെ നിഴലും അതിൻ്റെ കഴമ്പും മനസ്സിലാക്കാത്തവരാണ് അങ്ങോട്ട് ചോദിക്കുന്നത്. അത് മനസ്സിലാക്കുന്നവർ ഈ ശ്ലീഹായെ ഉയർത്തിക്കാട്ടുവാൻ, ഈ ശ്ലീഹായുടെ പുകഴ്ചയെ, ദൈവത്തിന്റെ കരുണയാണ് ഈ ശ്ലീഹായുടെ പുകഴ്ച എന്ന് പറയുന്നത്. കാരണം ഈ വിശ്വാസ സമൂഹത്തെ, മാർത്തോമാ ശ്ലീഹായിൽ രൂപപ്പെട്ട വിശ്വാസ സമൂഹത്തെ നിലനിർത്തുന്നതിന് വേണ്ടിയാണ് ആ പുഷ്പിത ശ്ലീഹ അവിടെ പ്രത്യക്ഷപ്പെട്ടത്. ആ ഒരു കാഴ്ചപ്പാട് പകരുന്ന സമൂഹമായി വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. ആ ഒരു കാഴ്ചപ്പാട് ഇന്നും നിലനിർത്തുന്ന ഒരു സമൂഹമായി വളരുവാൻ നമുക്ക് സാധിക്കട്ടെ. വെറുതെ തിരുനാൾ ആഘോഷിച്ചതുകൊണ്ട് മാത്രമാകുന്നില്ല, അതിൻ്റെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കട്ടെ. പ്രിയമുള്ളവരെ, തമ്പുരാന്റെ ശക്തി മനസ്സിലാക്കാൻ, ദൈവത്തിന്റെ കരുണ മനസ്സിലാക്കാൻ, ഈ തിരുനാൾ ആഘോഷത്തിന്റെ അർത്ഥം മനസ്സിലാക്കുവാൻ, അതനുസരിച്ച് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇത് വ്യക്തി താല്പര്യങ്ങൾക്കപ്പുറത്തേക്ക് വിശ്വാസ കാഴ്ചപ്പാട് വളർത്തുവാനും, വിശ്വാസത്തിൽ നിലനിൽക്കുന്ന സമൂഹത്തെ രൂപപ്പെടുത്തുവാനും, വിശ്വാസത്തിൽ നിലനിൽക്കുവാനും, അത് തലമുറകൾക്ക് പങ്കുവയ്ക്കുവാനുമുള്ള ഉത്തരവാദിത്വമുള്ളവരാണ് നമ്മൾ ഓരോരുത്തരും എന്ന കാഴ്ചപ്പാടുള്ള ഒരു സമൂഹത്തെ ഒരു തലമുറയ്ക്ക് രൂപം നൽകുവാൻ സാധിക്കുന്നുണ്ടെങ്കിൽ ഈ നോമ്പുകാലത്തെ പുന്നത്തറയിലെ ആഘോഷത്തിന് അർത്ഥമുണ്ട്. ഈ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. അത് വ്യക്തി താല്പര്യമല്ല, അത് കൂട്ടായ്മയുടെ താല്പര്യമാണ്. അത് പരമ്പരാഗതമായി നമ്മുടെ പൂർവികർ നമുക്ക് പങ്കുവെച്ച് നൽകിയ വിശ്വാസ താല്പര്യമാണ്. അതിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന് രൂപം നൽകുന്ന, കൂട്ടായ്മയെ വളർത്തുന്ന സമൂഹമായി നമ്മെ രൂപപ്പെടുത്തുവാനായിട്ട് നമുക്ക് സാധിക്കണം. ദൈവം കരുണ കാണിക്കുന്നുണ്ട് നമ്മോട് ഓരോരുത്തരോടും. അത് ഉള്ളിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് സ്വാർത്ഥരാകാൻ വേണ്ടിയല്ല, അത് പങ്കുവെച്ചുകൊണ്ട്
എല്ലാവരെയും തമ്പുരാന്റെ കരുണയിലേക്ക് കൈപിടിച്ച് നടത്തുവാനായിട്ടുള്ളതാണ്. ദൈവത്തിന്റെ കരുണ അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ഒരു കാത്തിരിപ്പുണ്ടാകണം, രണ്ടാമത് വിശ്വാസമുണ്ടാകണം, മൂന്നാമത് ഒരുക്കമുണ്ടാകണം. ആ വിശ്വാസവും കാത്തിരിപ്പും ഒരുക്കവും സമഞ്ജസമായി സമ്മേളിക്കുമ്പോൾ ആരാധനാ സമൂഹം ഇവിടെ വളരും. ആരാധിക്കുന്നവരുടെ എണ്ണം ഏറി വരും ഓരോ ദിവസവും കഴിയുമ്പോഴും. അതാണ് ആദിമസഭയിൽ നമുക്ക് കണ്ടത്. ആരാധിക്കുവാൻ വേണ്ടിയുള്ള ദിവസങ്ങളെ കാത്തിരുന്നുകൊണ്ട്, ആ ദിനങ്ങൾക്കായി അവരെ ആകാംക്ഷയോടെ കാത്തിരുന്നുകൊണ്ട് അവരുടെ ഒത്തുചേരലിനെ അവർ പ്രതീക്ഷയോടെ ഉപയോഗിച്ചിരുന്നു, അതിനുവേണ്ടി കാത്തിരുന്നു. അതവരുടെ വിശ്വാസത്തെ വളർത്തി ആ സമൂഹത്തെ കൂടുതൽ അർത്ഥവത്തായി നിലനിൽക്കുവാനായിട്ട് അവർ പ്രേരണ നൽകി. അവരുടെ ഇടയിൽ പാവപ്പെട്ടവരായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അവർ പഠിച്ചും പങ്കുവച്ചും വചനം ജീവിച്ചും വചനത്തിൽ ആഴപ്പെട്ടും അവർ വളർന്നു. ദൈവത്തിൻ്റെ മാർഗങ്ങളിൽ ചരിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണമെന്നുണ്ടെങ്കിൽ ഇന്നത്തെ സുവിശേഷത്തിൻ്റെ അവസാനത്തെ വചനം നമ്മുടെ മനസ്സിൽ കോറിയിടണം. കർത്താവിൻ്റെ കരം അവരോടുകൂടെ ഉണ്ടായിരുന്നു. ദൈവത്തിൻ്റെ കരം കൂടെയുള്ളവർ വിഭാഗീയതയ്ക്ക് കൂട്ടുനിൽക്കില്ല. ദൈവത്തിൻ്റെ കരം കൂടെയുള്ളവർ കൂട്ടായ്മയുടെ ഉത്തമ ഉദാഹരണങ്ങളാകും. ദൈവകരത്താൽ നയിക്കപ്പെടുന്നവരായി തമ്പുരാന്റെ കരുണ പകരുന്ന ഒരു സമൂഹമായി തീരുവാൻ ഈ അത്ഭുത ശ്രീവായുടെ തിരുനാൾ നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ആഗതമാകുന്ന ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ ഹൃദയപൂർവ്വം നേരുന്നു. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും ഉത്സാഹത്തോടും കൂടെ നിന്ന് കർത്താവെ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമെന്ന് അപേക്ഷിക്കാം. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ മിശിഹായെ, നിന്നെ ഞങ്ങളുടെ സർവസ്വമായി സ്വീകരിച്ച് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ എന്ന് ഉദ്ഘോഷിച്ചുകൊണ്ട് നിന്നിലുള്ള വിശ്വാസം ഏറ്റുപറഞ്ഞ തോമാസ് ശ്ലീഹായെ പോലെ കർത്താവും ദൈവമായി നിന്നെ ഏറ്റുപറയുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നമുക്കും അവനോട് കൂടെ പോയി മരിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ധീരതയോടെ നിന്നെ അനുഗമിച്ച തോമാസ് ശ്ലീഹായെ പോലെ നിന്നെ പ്രതി ജീവൻ പോലും ത്യജിക്കുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായുടെ മാതൃക അനുകരിച്ച് സത്യവിശ്വാസത്തിന് വേണ്ടി മരിക്കുവാൻ സന്നദ്ധരായ അനേക മിഷനറിമാരെ സഭയ്ക്ക് നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഭാരതത്തിന്റെ സ്ലീവായും ഞങ്ങളുടെ പിതാവുമായ മാർത്തോമായോടുകൂടെ നീതിമാന്മാരുടെ ഉയർപ്പിൽ ഞങ്ങൾക്ക് ഓഹരിയും ഭാഗഭാഗത്വവും നൽകണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശയുടെ മുഴുവന്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ഫ്രാൻസിസ് പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ അഡ്മിനിസ്ട്രേറ്ററായ മാർ സെബാസ്റ്റ്യൻ മെത്രാപ്പോലിത്തായെയും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ മാർ ജോസഫ് മെത്രാപ്പോലിത്തായെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് കർത്താവെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. കർത്താവായ മിശിഹായെ, നിന്റെ കൃപയാൽ ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കുകയും നിന്റെ ശാന്തി സമാധാനവും ഞങ്ങളിൽ വർദ്ധിപ്പിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. സമാധാനത്തിന്റെ അനുഗ്രഹത്തിന്റെ മാലാഖ അയക്കണമെന്ന് വിനയപൂർവ്വം ഞങ്ങൾ യാചിക്കുന്നു. കർത്താവേ, അങ്ങയോട് ഞങ്ങൾ യാചിക്കുന്നു. നമുക്കെല്ലാവർക്കും നമ്മെ നാം ഓരോരുത്തരെയും പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സമർപ്പിക്കാം. ഞങ്ങളുടെ ദൈവമായ കർത്താവേ, അങ്ങേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളുടെ ദൈവമേ, നിന്നിൽ ദൃഢമായി വിശ്വസിച്ച മാർത്തോമാ ശ്ലീഹായെ ഞങ്ങൾക്ക് ശ്ലീഹായും പിതാവുമായി നൽകിയ നിന്റെ അനന്തകാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. ഈ പുണ്യപിതാവിന്റെ വിശ്വാസതീഷ്ണതയും ധൈര്യവും പ്രേക്ഷിത ചൈതന്യവും ഞങ്ങൾക്ക് നൽകണമേ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവെ ശ്രദ്ധിക്കണമേ. ഈശോയെ നിങ്ങൾക്ക് എൽപ്പത്തിൽ ഒരുക്കുകയും ആശീർവാദം സ്വീകരിക്കുകയും ചെയ്യുവിൻ. കർത്താവേ, ശക്തനായ ദൈവമേ, അങ്ങയുടെ അഭിഷക്തൻ കഠിനമായ പീഡകൾ അനുഭവിച്ച് വീണ്ടെടുത്ത അജഗണമായ പരിശുദ്ധ കത്തോലിക്കാ സഭ അങ്ങയുടേതാകുന്നു.
ദൈവസ്വഭാവത്തിലംഗമായി ഒന്നായിരിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൃപാവരത്താൽ യഥാർത്ഥ പൗരോഹിത്യത്തിന്റെ പദവികൾ കൈവപ്പുഴി നൽകപ്പെടുന്നു. വിശ്വാസികൾക്ക് ആത്മീയ ശുശ്രൂഷ ചെയ്യുന്നതിന് പരിശുദ്ധമായ സഭാ ശരീരത്തിലെ സവിശേഷ അംഗങ്ങളാകുവാൻ നിസ്സാരരും ബലഹീനരുമായ ഞങ്ങളെ അങ്ങ് കാരുണ്യാധികത്താൽ യോഗ്യരാക്കി. അങ്ങേ കൃപാവരം ഞങ്ങളെ നിറയ്ക്കുകയും ദാനങ്ങൾ കരങ്ങളിൽ വർഷിക്കുകയും ചെയ്യണമേ. അങ്ങേ കാരുണ്യവും അനുഗ്രഹവും ഞങ്ങളുടെയും അങ്ങ് തിരഞ്ഞെടുത്ത ഈ ജനത്തിൻ്റെ മേലുണ്ടാകുമാറാകട്ടെ. കരുണാനിധിയായ ദൈവമേ, ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് ഞങ്ങളെ അങ്ങുമായി രമ്യതപ്പെടുത്തുന്ന നീതിയുടെ പ്രവൃത്തികളാൽ ജീവിതകാലം മുഴുവൻ അങ്ങേ ധോജിതം പ്രീതിപ്പെടുത്തുവാൻ അനുഗ്രഹിക്കണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വര എന്നേക്കും ആമേൻ. മാമോദീസ സ്വീകരിക്കുകയും ജീവന്റെ അടയാളത്താൽ മുദ്രയാവുകയും ചെയ്തവർ ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ വിശുദ്ധ രഹസ്യങ്ങളിൽ പങ്കുകൊള്ളട്ടെ. കർത്താവിൽ ഞാൻ ദൃഢമായി ശരണപ്പെട്ടു. പാവന ബലിപീഠേ അഖിലേരുമൊന്നായി സന്നിധി മാനവനിരയൊരു ചേർന്നേവം പാടാം. ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യം പരിശുദ്ധൻ. താതനും അതുപോലാത്മജനും ദിവ്യറുഹായ്ക്കും സ്തുതിയെന്നും ദൈവാംബികയെയും മാറിയോസേപ്പിനെയും സാദരമൂർത്തിയിടാ പാവനമീ ബലി. സുതരുടെ പ്രേക്ഷിതരേ ഏകജ സ്നേഹിതരേ ശാന്തിയെ വീക്ഷിടുവാൻ നിങ്ങൾ പ്രാർത്ഥിക്കും. സർവരും ഒന്നായി പാടിയിടട്ടെ ആമേനാമേ. മാർത്തോമായേയും നിണസാക്ഷികളെയും സൽക്കർമ്മികളെയും ബലിയിലോർത്തിയിടാം. നമ്മുടെ കൂടെ കർത്താവെന്നും നീക്കും രാജാവാം ദൈവം നമ്മോടൊത്തെന്നും യാക്കോബിൻ ദൈവം നമ്മുടെ
ചെറിയവരെല്ലാം വലിയവരൊപ്പം കാത്തുവസിക്കുന്നു. മൃതരെല്ലാരും നിൻ മഹിതോദ്ധാനത്തിൽ ശരണം തേടുന്നു. ഉത്തിതരായിടുവാൻ തിരുസന്നിധിയിൽ ഹൃദയഗതങ്ങൾ ചൊരിയുവിനെന്നേക്കും നോമ്പും പ്രാർത്ഥനയും പശ്ചാത്താപവുമായി ത്രിത്വത്തെ മൂതാൻ നിത്യം വാഴ്ത്തിടാം. സർവശക്തതാതനാം ഏകദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ ദൃശ്യലോകമെന്ന പോലെ ദൃശ്യലോകവും സൃഷ്ടി ചെയ്ത ദൈവമേ, സർവപാലക സർവശക്തനാഥനാമേക ദൈവമേ, വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സർവസൃഷ്ടിജാലവും തീർത്ത ദൈവമാ സത്യദാതനങ്ങിൽ നിന്നാദ്യജാതനാ സൃഷ്ടിയല്ല പുത്രനാമീശു ദൈവജൻ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. ദൈവസൂര്യ ദൈവമാണേക സത്തയിൽ ലോക സൃഷ്ടി പൂർത്തിയായ അങ്ങയിലൂടവേ മർത്യരക്ഷ നൽകുവാൻ പാവനാത്മനായി മർത്യരൂപമാർന്നിലേ കന്യകാത്മജൻ. പീലാത്തോസിൻ വാഴ്ചയിൽ പീഡയേറ്റവൻ ക്രൂശിലേറി ദാരുണൻ മൃത്യുവാർന്നവൻ 3 നാളിലുള്ളിൽ സത്യദൈവസൂനുവേ മണ്ണിലൊത്തിതൻ മഹത്വപൂർണ്ണ ശോഭയിൽ സ്വർഗമാകും മഹിമയോടെ നിത്യപിതാവിൻ വലതു ഭാഗമാർന്നു വാഴും മഹിത കാന്തിയിൽ ഒടുവിലെത്തുമീ മഹിയിലന്നു വിധിയുമാ സകലരും ശ്രവിക്കും അന്ത്യവിധി വിനീതനായി. താതനിൽ നിന്നെന്ന പോലെ സുതനിൽ നിന്നുമേ പ്രഭവമാർന്നു വാണിടുന്ന സത്യദൈവമാ ജീവനേകിടുന്ന മഹിത പാവനാത്മനിൽ വിശ്വസിപ്പു പൂർണ്ണമായി ഞങ്ങളേവരും. ഏകമാണു ധന്യമാണു പാവനും സഭ സൈനിക പ്രഭാവമാർന്നു സാർവജനീകം പാപമോചനം തരുന്നു ജ്ഞാനസ്നാനവും ഏറ്റു ചൊല്ലു സാദരം ഞങ്ങളേവരും. മർത്യമുക്തിയാമുയർപ്പും നിത്യജീവനും ഏറ്റു ചൊല്ലു പൂർണ്ണമായി ഞങ്ങളേവരും. സർവശക്തനാഥനാകും ഏകദൈവമേ വിശ്വസിപ്പുമർത്യരാം ഞങ്ങളങ്ങയിൽ. സകലത്തിന്റെ നാഥനായ ദൈവം പരിശുദ്ധ കാലിപ്പിക്കുവാൻ നിന്നെ ശക്തനാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികീസുമാരും രാജപുരുഷന്മാരും മെത്രാപ്പോലത്തമാരും മെത്രാന്മാരുമായ
നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷകൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രപുത്രന്മാർ, സഹോദരീ സഹോദരന്മാർ എന്നിവരുടെ ഓർമ്മയച്ച് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും സത്യവിശ്വാസത്തോടെ മരിച്ച് ഈ ലോകം നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും സ്മരിക്കുവിൻ. മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിന് രക്ഷിക്കും, ജീവനും കാരണമാകട്ടെ. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കൃപാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ ഇഷ്ടം നിറവേറ്റാൻ അങ്ങേ ശക്തനാക്കട്ടെ. ഈ കുർബാന അവിടുന്ന് സ്വീകരിക്കട്ടെ. അങ്ങേക്കും ഞങ്ങൾക്കും ലോകം മുഴുവനും വേണ്ടി അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, അങ്ങ് സകലത്തിന്റെയും കാരണഭൂതനും സൃഷ്ടാവുമാകുന്നു. അഗ്രാഹ്യോ വർണ്ണനീയവും മഹോന്നതമായ കാര്യങ്ങൾ നിർവഹിക്കുന്ന മഹത്വമുള്ള രാജാവും അങ്ങ് തന്നെയാകുന്നു. അങ്ങയുടെ ഏകജാതനായ കർത്താവ് മിശിഹാ തന്റെ മനുഷ്യ സ്വഭാവത്തിൽ പൂർത്തിയാക്കിയ അത്ഭുതാവഹവും ഭയഭക്തിജനകവുമായ രക്ഷാപദ്ധതി വഴി പുതുജീവൻ നൽകി ഞങ്ങളെ നവീകരിക്കുകയും പരിശുദ്ധാത്മാവിനെ അച്ചാരമായി നൽകുകയും ചെയ്തു. ഞങ്ങൾ അയോഗ്യരാണെങ്കിലും പരിശുദ്ധവും സ്തുത്യർഹവും ആയി ദിവ്യരഹസ്യങ്ങളെ അറിയുന്നതിനും സമീപിക്കുന്നതിനും പൂർത്തീകരിക്കുന്നതിനും സ്വീകരിക്കുന്നതിനും ഇവയോടെ ഏകീഭവിക്കുന്നതിനും അങ്ങയുടെ കൃപയാൽ ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി. എന്റെ കർത്താവേ, ഞങ്ങളുടെ നിസ്സാരതയും ദൗർബല്യവും അങ്ങ് പരിഗണിക്കരുത്. അങ്ങയുടെ ദയാലും കവിഞ്ഞൊഴുകുന്ന കാരുണ്യത്താലും പരിശുദ്ധാത്മാവിന്റെ കൃപ കൊണ്ട് ഞങ്ങളെ നിറയ്ക്കണമേ. നിർമ്മല മനസ്സാക്ഷിയോടെ തിരുമുമ്പാകെ നിൽക്കുവാനും സജീവവും പരിശുദ്ധവും സ്വീകാര്യവും രക്തരഹിതവുമായി ബലി വഴി കൃപയും കരുണയും കണ്ടെത്തുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ഏകജാതന്റെ കൃപയാലും കരുണയാലും അനാദി മുതലേ അങ്ങേ പ്രസാദിപ്പിച്ചെല്ലാവരോടും കൂടെ അങ്ങേക്കും അങ്ങേ ദിവസത്തിനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. നമുക്കെല്ലാവർക്കും അനുതാപത്തോടും വിശ്വയോടും കൂടെ കർത്താവിന് നന്ദി പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവോടെ നിന്ന് ഇവിടെ അനുഷ്ഠിക്കപ്പെടുന്നവയെ സൂക്ഷിച്ച് വീക്ഷിക്കുവിൻ. ഭൗതികമായ രഹസ്യങ്ങൾ കൂദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാസം വഴി സമാധാനം സമൃദ്ധമാക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി വിശുദ്ധരായി ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. മിശിഹാ കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാദൻ സഹവാസവുമേ നമ്മോട് ഉണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ. ദൈവമേ നിത്യം ആരാധിക്കും. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാം ദൈവത്തിനു ബലിയർപ്പിപ്പൂ.
ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ ന്യായവുമാണതു യുക്തവുമാ. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ അങ്ങയുടെ പരിശുദ്ധ നാമത്തെ എന്നുമില്ല ഇപ്പോഴും എവിടെയും ഏറ്റുപറയുകയും ആരാധിക്കുകയും ചെയ്യുക ഉചിതമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവും കർത്താവും അങ്ങാകുന്നു. അങ്ങയുടെ മഹത്വത്തിന്റെ പ്രകാശവും സത്യയുടെ പ്രതിച്ഛായയുമായ ഏകജാതനും ദൈവവുമായ വചനം വഴി ആകാശവും ഭൂമിയും അവയിലുള്ള സമസ്തവും അങ്ങ് സൃഷ്ടിച്ച് ക്രമപ്പെടുത്തി. പിതാവായ അങ്ങിൽ നിന്നുള്ളവനും സത്യാത്മാവുമായ പരിശുദ്ധാത്മാവ് സകല സൃഷ്ടികളെയും ശക്തീകരിക്കുകയും പവിത്രീകരിക്കുകയും അങ്ങയുടെ ആരാധ്യമായ ദൈവത്വത്തിന് സ്തുതികൾ അർപ്പിക്കുവാൻ അർഹരാക്കുകയും ചെയ്തിരിക്കുന്നു. ത്രിത്വൈകതയമേ, അങ്ങയുടെ സന്നിധിയിൽ ആയിരങ്ങളും പതിനായിരങ്ങളുമായ വാനവഗണങ്ങൾ ആനന്ദപൂർവം തിരുനാമത്തെ നിരന്തരം പാടി സ്തുതിക്കുന്നു. കർത്താവേ, തുല്യരും അവിഭാജ്യരുമായ മൂന്നാളുകളായി ഏറ്റുപറയപ്പെടുന്ന അങ്ങയുടെ പരമപരിശുദ്ധിയുടെ മുൻപാകെ എല്ലാ സ്വർഗീയ ഗണങ്ങളും സദാ സ്തുതികൾ അർപ്പിക്കുന്നു. അവരോട് ചേർന്ന് ബലഹീനരായ മർത്തികളും പരിപൂർണനായ അങ്ങയെ പാടി സ്തുതിക്കുന്നു. ഒന്നായുച്ച സ്വരത്തിലവ തിരുസന്നിധിയിൽ അനവരതം സ്തുതിഗീതങ്ങൾ പാടുന്നു. സ്തുതിഗീതങ്ങൾ ദൈവം നിത്യമഹത്വത്തിൻ കർത്താവിനും പരിശുദ്ധൻ ബലവാനീശൻ പരിശുദ്ധൻ മണ്ണും വിണ്ണും നിറയുന്നു. അവനവനുടെ മഹിമകളാ ഉന്നത വീതിയോസാന ദാവീദിൻ സുതനോസാന കർത്താവിൻ തിരുനാമത്തിൽ വന്നവനും യുഗരാജാവായി വീണ്ടും വരുവോരും തന്നിൽ ഉന്നത വീതിയോസാന. കർത്താവേ, ആശീർവദിക്കണമേ. എന്റെ സഹോദരനെ കൃപാന എന്റെ കരങ്ങൾ വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ പ്രാർത്ഥന കേൾക്കുകയും കുർബാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് രാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശകളും കാത്തിരിക്കുന്ന ലോകം മുഴുവനും വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സമൃദ്ധനാകുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, അങ്ങ് സത്യമായും പരിശുദ്ധനും എന്നേക്കും സ്തുത്യർഹനുമാകുന്നു. സത്യത്തിന്റെ പിതാവായ ദൈവമേ, അങ്ങ് പരിശുദ്ധനാകുന്നു. അങ്ങയുടെ ഏകജാതനായ ഞങ്ങളുടെ കർത്താവ് മിശിഹായും പരിശുദ്ധനാകുന്നു. സൃഷ്ടിക്കപ്പെടാത്ത ദൈവ സ്വഭാവമുള്ളവനും സകലത്തിന്റെയും കാരണഭൂതനുമായ റുഹാദ് ഖുദ്സിയും പരിശുദ്ധനാകുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാകുന്നു. അവിടുത്തെ വാസസ്ഥലവും പരിശുദ്ധമാകുന്നു. അങ്ങേ തന്റെ കൃപയുടെ ദാനം സ്വീകരിക്കുവാൻ അർഹരാക്കപ്പെട്ട സകലത്തെയും അവിടുന്ന് സത്യത്തിൽ പവിത്രീകരിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും
അങ്ങ് ഞങ്ങൾക്ക് നൽകിയ കൃപാവരങ്ങൾക്കായി അങ്ങേ ഏറ്റുപറയുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ട് നാളില്ലായ്മയിൽ നിന്നോ അങ്ങ് ഞങ്ങളെ സൃഷ്ടിച്ച് സർവ സ്വാതന്ത്ര്യവും ബുദ്ധിശക്തിയും നൽകി ബഹുമാനത്തിന് ഞങ്ങളെ അങ്ങ് യോഗ്യരാക്കി. അനാദി മുതലേ എല്ലാ സമയവും ഞങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിൽ അങ്ങ് ശ്രദ്ധാലുവാകുന്നു. അങ്ങയുടെ മഹനീയവും ഭയഭക്തിജനകവുമായ നാമത്തിനു മുൻപിൽ ഞങ്ങൾ കുമ്പിട്ട് ആരാധിക്കുന്നു. സ്വർഗീയരുടെ എല്ലാ ഗണങ്ങളും ഞങ്ങളോട് ചേർന്ന് അങ്ങേ സ്തുതിക്കുകയും അവർണ്ണനീയമായ കൃപയെ പ്രതി അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. മർത്യരായ ഞങ്ങൾക്കും ഞങ്ങളുടെ രക്ഷയ്ക്കും വേണ്ടി ഏകജാതനും വചനവുമാകുന്ന ദൈവം അങ്ങയോടുള്ള സമാനത പരിഗണിക്കാതെ തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് അവിടുന്ന് സ്വർഗത്തിൽ നിന്നും ഇറങ്ങി പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ കന്യകയിൽ നിന്ന് മനുഷ്യത്വം ധരിച്ച് മർത്യമായ ശരീരവും അമർത്യമായ ആത്മാവും സ്വീകരിച്ചു. ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ അങ്ങയുടെ അനന്തജ്ഞാനത്തിൽ ഒരുക്കപ്പെട്ട മഹനീയവും വിസ്മയവുമായ രക്ഷാപദ്ധതി മുഴുവൻ കാലത്തിന്റെ തികവിൽ അവിടുന്ന് തന്റെ കരങ്ങൾ വഴി നിറവേറ്റുകയും പൂർത്തീകരിക്കുകയും ചെയ്തു. ദൈവത്തിന്റെ പൂർണ്ണത മുഴുവൻ അവിടുന്ന് വസിക്കുന്നു. അവിടുന്ന് സഭയുടെ ശിരസ്സും മരിച്ചവരിൽ അതിജാതനുമാകുന്നു. സകലത്തിന്റെയും പൂർത്തീകരണവും സകലവും പൂർത്തിയാക്കുന്നവനും അവിടുന്ന് ആകുന്നു. നിത്യനായ പരിശുദ്ധ റൂഹാ വഴി അവിടുന്ന് തന്നെ നിർമ്മലമായി ദൈവത്തിന് ബലിയർപ്പിക്കുകയും തന്റെ ശരീരത്തിൽ ഒരിക്കൽ മാത്രമുള്ള അർപ്പണത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തു. കുരിശിലെ തന്റെ രക്തത്താൽ സ്വർഗത്തെയും ഭൂമിയെയും രമ്യതപ്പെടുത്തി ഞങ്ങളുടെ പാപങ്ങൾ നിമിത്തം അവിടുന്ന് ഏൽപ്പിച്ചു കൊടുക്കപ്പെടുകയും ഞങ്ങളെ നീതീകരിക്കുവാനായി ഉയർത്തി നിൽക്കുകയും ചെയ്തു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ തന്റെ വിശുദ്ധ സ്ലിഹരോടുകൂടെ മഹനീയവും പരിശുദ്ധവും ദൈവികമായി രഹസ്യം ഈശോ പരികർമ്മം ചെയ്തു. തന്റെ പരിശുദ്ധമായ കരങ്ങളിൽ അപ്പമെടുത്ത് വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ട് അവിടുന്ന് അരുൾ ചെയ്തു: ഇത് ലോകത്തിന്റെ ജീവന് വേണ്ടി പാപമോചനത്തിനായി വിഭജിക്കപ്പെടുന്ന എന്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നും വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു: ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എന്റെ നാമത്തിൽ ഒന്നിച്ചു കൂടുമ്പോൾ എന്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. കർത്താവേ, നീ ഞങ്ങളോട് കൽപ്പിച്ചതുപോലെ ഈ ദാസർ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. മനുഷ്യവംശത്തിന് മുഴുവൻ രക്ഷ നൽകിയ സമുന്നതവും ഭയഭക്തിജനകവും പരിശുദ്ധവും ദൈവികമായി രഹസ്യം എളിയവരും ബലഹീനരും നിസ്സാരരുമായ ഞങ്ങൾ നിന്റെ കൃപയാൽ അനുഷ്ഠിക്കുന്നു. പിതാവിന് പുത്രന് പരിശുദ്ധാത്മാവിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഞങ്ങൾ സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവേൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും അങ്ങേക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ പാപം മൂലം അയോഗ്യരായിരുന്നിട്ടും അങ്ങ് കാരുണ്യാധികത്താൽ ഞങ്ങളെ അങ്ങിലേക്ക് അടുപ്പിക്കുകയും പരിശുദ്ധാത്മാവിന്റെ കൃപയാ ഞങ്ങളെ നവീകരിച്ച് വിശുദ്ധീകരിക്കുകയും ചെയ്തു. ഞങ്ങളുടെ രക്ഷയ്ക്കായുള്ള ഭയഭക്തിജനകവും ദൈവികമായ ശുശ്രൂഷ അങ്ങയുടെ മുമ്പാകെ പരികർമ്മം ചെയ്യുന്നതിന് അങ്ങ് ഞങ്ങളെ യോഗ്യരാക്കി. അങ്ങയുടെ പ്രിയപുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു മിശിഹാ വഴി ഞങ്ങൾക്കെല്ലാം കൈവന്ന മഹത്തായ രക്ഷകൃതജ്ഞതാപൂർവ്വം ഞങ്ങൾ ഏറ്റുപറയുന്നു. ലോകത്തിന്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടാകുന്ന സജീവവും പരിശുദ്ധവും സ്വീകാര്യമായി ബലി നുറുങ്ങിയ ഹൃദയത്തോടും ഇളയ ആത്മാവോടും കൂടെ അങ്ങേ മഹനീയ ത്രിത്വത്തിനുപാകെ ഞങ്ങൾ അർപ്പിക്കുന്നു. പാപമോചനത്തിനായി അർപ്പിക്കപ്പെടുന്ന നിർമ്മലവും പരിശുദ്ധമായി ബലിയിൽ അങ്ങ് സംപ്രീതനാകണമേ.
ആമേൻ. കർത്താവേ കരുണയുണ്ടാകണമേ. കർത്താവേ ഞങ്ങളുടെ ദൈവമേ, പരിശുദ്ധ കത്തോലിക്കാ സഭയിൽ അങ്ങയുടെ ശാന്തിയും സമാധാനവും എന്നും വസിക്കുവാനിടയാക്കണമേ. കലഹങ്ങളും ഭിന്നതകളും പീഡകളും വിഭാഗീയതയും സഭയിൽ നിന്നും അകറ്റണമേ. നിർമ്മല ഹൃദയത്തോടും ഏക മനസ്സോടും കൂടെ പരിപൂർണ സ്നേഹത്തോടും കൂടെ ഞങ്ങളെല്ലാവരും ഐക്യത്തിൽ ജീവിക്കുവാനിടയാക്കണമേ. ആമേൻ. കർത്താവേ കരുണയുണ്ടാകണമേ. സത്യത്തിന്റെ ശുശ്രൂഷ നിർവഹിക്കുന്ന സാർവത്രിക സഭയുടെ പിതാവായ മാർ ഫ്രാൻസിസ് മാർപ്പാപ്പയ്ക്കും ഞങ്ങളുടെ സഭയുടെ അഡ്മിനിസ്ട്രേറ്റർ സെബാസ്റ്റ്യൻ വാണിയപ്പുരയ്ക്കൽ മെത്രാനും ഞങ്ങളുടെ തിരുവിതാധ്യക്ഷനായ യോസേഫ് മെത്രാപൊലീത്തയും മെത്രാപൊലീത്തമാരും മെത്രാന്മാരും പുരോഹിതനും ശംശാനമാരും സമർപ്പിതരുവൽമായ പ്രേക്ഷിതരും തിരുമുമ്പിൽ നിർമ്മലതയോടും ഭക്തിയോടും വിശുദ്ധിയോടും കൂടെ ശുശ്രൂഷ ചെയ്യുന്നതിനും അങ്ങേ പ്രസാദിപ്പിക്കുന്നതിനും നിങ്ങൾ കർത്താവ് ശംസിക പ്രത്യക്ഷനാകുമ്പോൾ മഹോന്നത ഭാഗ്യത്തിന് യോഗ്യമാകുന്നതിനും ഇടയാക്കണമേ. ആമേൻ. കർത്താവേ കരുണയുണ്ടാകണമേ. കർത്താവായ ദൈവമേ, ഇവിടെയും മറ്റുള്ള സ്ഥലങ്ങളിലുള്ള പരിശുദ്ധ കത്തോലിക്കാ സഭയിലെ മക്കളെല്ലാവരും ജീവന്റെ രക്ഷയ്ക്ക് വേണ്ടി സത്യവിശ്വാസത്തോടും സത്പ്രവൃത്തികളോടും കൂടെ തിരുമുമ്പാകെ ആരാധനയിൽ വളരുവാനിടയാക്കണമേ. പാപിയോ യോഗ്യനുമായ ഈ ദാസനെയും ഈ ബലിയിൽ പ്രത്യേകമായി അനുസ്മരിക്കുന്ന എല്ലാവരെയും തിരുസന്നിധിയിൽ കൃപയും ദയം കണ്ടെത്തുവാൻ യോഗ്യരാക്കണമേ. അങ്ങയുടെ കൃപയാൽ ഭൂമിയും ഫലങ്ങളെയും കാലാവസ്ഥയും മത്സരങ്ങളെയും വിളവുകളെയും അനുഗ്രഹിക്കണമേ. ആമേൻ. കർത്താവേ കരുണയുണ്ടാകണമേ. കർത്താവേ, സത്യവിശ്വാസത്തോടെ ഈ ലോകത്ത് മരിച്ചുപോയവർ നിത്യസൗഭാഗ്യത്തിൽ പ്രവേശിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങ് മാത്രമാണ് സത്യത്തിന്റെ പിതാവായ ദൈവമെന്ന് എല്ലാവരും അറിയണമെന്നും യഥാർത്ഥ ജ്ഞാനത്തിലേക്ക് തിരിഞ്ഞ് എല്ലാവരും രക്ഷിക്കപ്പെടണമെന്നും അങ്ങ് ആഗ്രഹിക്കുന്നുവല്ലോ. അങ്ങനെ ആദ്യം മുതലേ കർത്താവാണെന്നും സൃഷ്ടിക്കപ്പെടാത്തവനും സകലത്തിന്റെയും സൃഷ്ടാവുമായ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമാണെന്ന് അവർ അറിയട്ടെ. മനുഷ്യവംശത്തിന്റെ രക്ഷയ്ക്ക് വേണ്ടി ദൈവപുത്രനും ദൈവവചനവുമായ കർത്താവ് മിശിഹ പൂർണ്ണ മനുഷ്യത്വം ധരിച്ച് ദൈവത്തിന്റെ ശക്തിയാലും പരിശുദ്ധാത്മാവിനാലും സകലവും പൂർത്തീകരിക്കുകയും നീതീകരിക്കുകയും ചെയ്തുവെന്നും അവിടുന്ന് ദൈവത്തിന്റെയും മനുഷ്യരുടെയും മധ്യസ്ഥനും നിത്യജീവന്റെ ദാതാവുമാണെന്ന് എല്ലാവരും ഗ്രഹിക്കട്ടെ. കർത്താവെ, മർത്യമായ ശരീരത്തിലും മർത്യമായ ആത്മാവിലും ഞങ്ങളുടെ പരേതർ ചെയ്തുപോയ എല്ലാ തെറ്റുകളും കുറ്റങ്ങളും അങ്ങയുടെ മുമ്പാകെ അവർ വന്നുപോയിട്ടുള്ള വീഴ്ചകളും കൃപാധിക്യത്താൽ മോചിക്കണമേ. എന്തുകൊണ്ടെന്നാൽ പാപം ചെയ്യാത്തവർ ആരുമില്ല. അങ്ങേ പക്കലിൽ നിന്നും കരുണയും പാപമോചനവും ആവശ്യമില്ലാത്തവരും ആരുമില്ല. അങ്ങ് കരുണാപൂർവം ഞങ്ങളിൽ സംപ്രീതനാകണമെന്ന് ഞങ്ങൾ യാചിക്കുകയും അപേക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും. കർത്താവേ, അങ്ങയുടെ ആരാധ്യനായ ദൈവമേ, ഞങ്ങളുടെ അധരങ്ങളുടെ ഫലമായി ഈ സ്തോത്ര ബലി കൃതജ്ഞതാപൂർവം സ്വീകരിച്ച് ഞങ്ങളിൽ സംപ്രീതനാകണമേ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുകയും സമാധാനം നമ്മോടുകൂടെ. പരിശുദ്ധാത്മാവിന്റെ കൃപ ഞങ്ങളുടെ മേലും ഈ കുർബാനയിലും ഇറങ്ങി വരട്ടെ. ഈ അപ്പത്തിലും ഈ കാസയിലും അവിടുന്ന് അധിവസിച്ച ഇവയെ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആശീർവദിക്കുകയും പവിത്രീകരിക്കുകയും മുദ്രിതമാക്കുകയും ചെയ്യട്ടെ. കർത്താവേ, അങ്ങേ പരിശുദ്ധനാമത്തിൽ ശക്തിയാൽ ഈ അപ്പവും ഈ കാസയും മിശിഹായുടെ ശരീരവും രക്തവുമായി ഭവിക്കട്ടെ. സത്യവിശ്വാസത്തോടെ ഈ അപ്പത്തിൽ നിന്ന് ഭക്ഷിക്കുകയും ഈ കാസയിൽ നിന്ന് പാനം ചെയ്യുകയും ചെയ്യുന്നവർക്ക് ഇവ കടങ്ങളുടെ പുറത്തേക്കും പാപങ്ങളുടെ മോചനത്തിനും ഉയർപ്പുള്ള വലിയ പ്രത്യാശയ്ക്കും ആത്മാവിന്റെയും ശരീരത്തിന്റെയും രക്ഷയ്ക്കും നിത്യമഹത്വത്തിനും കാരണമാകട്ടെ. ദിവ്യകൽപ്പനകൾക്കനുസരണം വ്യാപരിച്ച് അങ്ങേ പ്രസാദിപ്പിച്ച എല്ലാവരോടുമൊപ്പം സ്വർഗരാജ്യത്തിൽ നിത്യ സൗഭാഗ്യം അനുഭവിപ്പാൻ കർത്താവ് ശംസിഹായുടെ കൃപയാൽ നിങ്ങളേവരും യോഗ്യരാകട്ടെ. പൂജ്യമായിടും നിന്റെ നാമത്തിൻ ആദരാൽ ഞങ്ങളർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നുമേപ്പോഴും എന്നേക്കും. സ്വർഗവാസികളുടെ സമാധാനവും ഭൂവാസികളുടെ പ്രത്യാശയുമായ മിശിഹായി,
ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വിശിഷ്യ പരിശുദ്ധ കത്തോലിക്കാ സഭയിലും നിന്റെ ശാന്തിയും സമാധാനവും പുലർത്തണമേ. സഭയെയും രാഷ്ട്രത്തെയും ഐക്യത്തിൽ സംരക്ഷിക്കണമേ. യുദ്ധങ്ങൾ ഒഴിവാക്കണമേ. യുദ്ധപ്രിയരായി ഭിന്നിച്ചു നിൽക്കുന്ന ജനതകളെ ചിതറിക്കണമേ. വിനയത്തിലും ദൈവഭയത്തിലും സമാധാനപൂർവ്വവും ശാന്തവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്കിടയാകട്ടെ. ഞങ്ങൾക്കല്ല കർത്താവ്, ഞങ്ങൾക്കല്ല, നിന്റെ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവമേ, അങ്ങയുടെ കൃപയ്ക്കൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാതിരകത്തിനനുസൃതമായി എന്റെ പാവങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവായ ദൈവമേ, ഞങ്ങളുടെ കാരുണ്യത്തെ പ്രത്യാശപൂർവ്വം കാത്തിക്കുന്ന ആരാധനാ സമൂഹത്തെ അങ്ങ് പരിമളത്താൽ കൊടുക്കലാക്കണമേ. വിശുഹാടിത്തിലെ സദൃശോടത്തും പ്രാർത്ഥന ബലിപീഠത്തെയും പാപമോചനങ്ങളെ തിരിച്ചേക്കങ്ങളെയും പരിമളപൂരിതമാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങയുടെ കാരുണ്യം പ്രത്യാശപൂർവ്വം കാത്തിരിക്കുന്ന ഞങ്ങളെ ഞങ്ങളുടെ കടങ്ങൾ മോചിച്ച് ഞങ്ങളെ ഞങ്ങളുടെ കർത്താവ് മിശിഹായേ, നിന്റെ തിരുനാമത്തിന് സ്തുതിയും നാഥനായ നിനക്ക് ആരാധന എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകമായ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങിയതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യുത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. ഞാൻ സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവനുള്ള അപ്പമാകുന്നു. രക്ഷകനീശോതൻ ശിഷ്യരെ അറിയിച്ച ദിവ്യരഹസ്യമിതാ, സ്വർഗത്തിൽ നിന്നാഗതമാ ജീവൻ നൽകിടുമത്തഞ്ഞ സ്നേഹമോടെന്നെ കൈക്കൊള്ളൂ. ജീവിക്കും നേടുമവൻ സ്വർഗം നിശ്ചയമാ. നമ്മുടെ കർത്താവ് മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. നമ്മുടെ രക്ഷകന്റെ അമൂല്യമായ ദിവസങ്ങളെ നമുക്കെല്ലാവർക്കും ഭക്തിരങ്ങൾ സമീപിക്കാം. അനുതാപമുള്ള ശ്രദ്ധത്തോടെ അപരാധങ്ങൾ പിന്തിരിച്ചുകൊണ്ടും പാപങ്ങളെ കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദരങ്ങൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സഹോദരനാഥനായ ദൈവത്തോട് കൃപയും പാപവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, നീ ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. കലഹം മാറ്റാം, ഭിന്നത നീക്കീട, മനസാക്ഷി നിർമ്മലമാക്കീട. കർത്താവേ, ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. ദേശം നീക്കാൻ ശത്രുത കൈവെടിയ ആത്മാക്കിൽ പാവനമാക്കീട. കർത്താവേ, ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. ഭക്തിയുടങ്ങി കൈക്കൊണ്ടീട റുഹായ അതിനിർമ്മലരായി തീരാ. കർത്താവേ, ദാസരാമിവർത്തൻ പാപകടങ്ങൾ മോചിക്കണമേ. യോജിത്തോടും നീകാരൂപിയിലും ഉൾക്കൊള്ളാൻ ദിവ്യനിരഹസ്യങ്ങൾ.
രക്ഷയ്ക്കും കാരണമാക്കണമേ. കർത്താവായ ദൈവമേ, അങ്ങേ ദാസരായ ഞങ്ങളുടെ പാപങ്ങളും അപരാധങ്ങളും കാരണപൂർവ്വം ക്ഷമിക്കണമേ. മഹോന്നതയുമായ അങ്ങേ സ്വർഗരാജ്യത്തിൽ സകല വിശുദ്ധരോടും സ്തുതിക്കുവാൻ ഞങ്ങളുടെ അധരങ്ങളെ അങ്ങ് പവിത്രപ്പെടുത്തുകയും ചെയ്യും. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം അങ്ങ് ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസം അങ്ങേ സന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെയും യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഒന്ന് ചേർന്ന് അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വരാ, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴുവാനിടയാകരുത്. ദുഷ്ടാരൂപിൻ സൈന്യം ഞങ്ങളെ രക്ഷിക്കണമേ. ഇതുകൊണ്ടെന്നാൽ സുഖത്തിലും ഭൂമിയിലും രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരം അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ ജനത്തിനെ ഉള്ളതാകുന്നു. ഏകപിതാവ് പരിശുദ്ധനാകുന്നു. ഏകപുത്രൻ പരിശുദ്ധനാകുന്നു. ഏകർഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. സഭയിൽ അവിടുത്തേക്ക് സ്തുതി ഉണ്ടായിരിക്കട്ടെ. എല്ലാ നിമിഷവും എല്ലാ സമയവും അവിടുത്തെ കൃപയും കാരുണ്യവും നമ്മുടെ മേലുണ്ടായിരിക്കട്ടെ. നമ്മെ ജീവിപ്പിക്കുന്ന അമൃതാശംസഹായുടെ കൃപാവനം അവിടുത്തെ കാരുണ്യത്താൽ നമ്മെല്ലാവരിലും സമ്പൂർണ്ണമാണ്. എപ്പോഴും എന്നേക്കും ആമേൻ. സഹോദരരെ, സുരത്തുവിശ്വാസത്തോടെ ദേവപുത്രന്റെ ശരീരം സ്വീകരിക്കുവാനും അവിടുത്തെ രക്തം പാനം ചെയ്യുവാനും തിരുസഭ നിങ്ങളെ ക്ഷണിക്കുന്നു. പരിശുദ്ധന്മാവന കൃപാവരത്താൽ സുദീർഘവും പരിശുദ്ധവും ജീവിതാഗ്യവും ദൈവികമായ രഹസ്യങ്ങളെ സമീപിച്ച് പേര് പങ്കിടുന്ന ഉയരക്കപ്പെട്ട നമുക്കെല്ലാവർക്കും വിടുതമായ ദൈവത്തിന് ശുദ്ധീകരണത്തിന് സമർപ്പിക്കാം. ഭവനീയമായ ദാനത്തെ കുറിച്ച് കർത്താവേ അങ്ങേക്ക് സ്തുതി. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, തോമാശ്ലീഹായുടെ തിരുനാളിൽ സുദീർഘവും പരിശുദ്ധവും ജീവിതായുഗവും ദൈവികമായ രഹസ്യങ്ങൾ പങ്കുചേരുവാൻ ഞങ്ങൾക്ക് അങ്ങ് കൃപ നൽകി. പൗർണികമായ ദാനത്തെ പ്രതി അങ്ങേക്ക് ഞങ്ങൾ സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധ റൂഹയുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. ഞങ്ങളുടെ പ്രത്യാശയായ മിശിഹായ വിശുദ്ധ കുർബാന വഴി നീ ഞങ്ങളുടെ കടങ്ങൾ പൊറുക്കുകയും പാപങ്ങൾ ക്ഷമിക്കുകയും നിത്യജീവന്റെ ആചാരം ഞങ്ങൾക്ക് നൽകുകയും ചെയ്തു. മാർത്തോമാശ്ലീഹായെ പോലെ ഞങ്ങൾ നിന്നെ ഏറ്റുപറയുന്നതിനും ജീവിതത്തിലൂടെ നിനക്ക് സാക്ഷ്യം വഹിച്ച് നിത്യ സൗഭാഗ്യത്തിൽ ചേരുന്ന ഞങ്ങളെ അനുഗ്രഹിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും. ആമേൻ. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു.
മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. മിശിഹാ വഴിയായി ദിവ്യാത്മാവിൻ ദാനങ്ങൾ സ്നേഹപിതാവാ സകലേശൻ വീരവോടു നമ്മിൽ വർഷിച്ചു. സ്വർലോകത്തിൻ മഹിമയ്ക്കായി ദൈവം നമ്മെ വിളിച്ചല്ലോ. അക്ഷയ സൗഭഗത്താലിടുവാൻ ദൈവം നമ്മെ നയിച്ചല്ലോ. ശരീരം ഭക്ഷിക്കും എൻ രക്തം പാനം ചെയ്യും മാനവനിൽ നിവസിക്കും അവനിൽ ഞാനും നിശ്ചയമാ വിധി വീഴാതവനെ ഞാൻ അന്തിമ ദിവസ ഉയർപ്പിക്കും നിത്യായുസ് അവനീകും ഞാൻ ദൈവം നാഥനരുൾ ചെയ്തു. പോലിന്നീ ബലിയിൽ പങ്കാളികളാം അഖിലർക്കും ദൈവം കനിവാർന്നരുളട്ടെ. ദിവ്യാനുഗ്രഹമെന്നും നമ്മുടെ ജീവിത പാതകളിൽ ആവശ്യകമാ ദാനങ്ങൾ നൽകിയ അനുഗ്രഹ അരുളട്ടെ. ദൈവം കരുണയോടും നൽകും ദൈവികമാ ശുദ്ധിയെഴുന്ന രഹസ്യങ്ങൾ കൈക്കൊണ്ടവരാ അഖിലരിലും ദൈവം വരനിര ചൊരിയട്ടെ. കുരിശടയാളം വഴിയായി നാം സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോൾ